ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. ഇന്ന് ഓണമായിട്ട് എല്ലാവരും തിരക്കിലായിരിക്കും അല്ലേ? എല്ലാവർക്കും ഓരോ പ്രോഗ്രാംസൊക്കെ ഉണ്ടായിരിക്കും. ഞങ്ങൾക്ക് ഇവിടെ ചെറിയൊരു ഓണ പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു ഇന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തിരക്കിലാണ് രാവിലെ തന്നെ. ഈ ഓണത്തിന് ഞാൻ ധാവണിയാട്ടോ ഉടുക്കുന്നത്. ഞാൻ നൈറ്റിലെ ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. സാരി ആകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ, എനിക്കൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ പിന്നെ ധാവണിയാകുമ്പോൾ പിന്നെ പെട്ടെന്ന് പണി കഴിയുമല്ലോ. അതുകൊണ്ട് ഞാൻ നൈറ്റിൽ തന്നെ ഫ്ലീറ്റൊക്കെ എടുത്ത് ഷോളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മുല്ലയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ അവിടുന്ന് വെച്ചിട്ടില്ല, ടൈമില്ലായിരുന്നു, കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഫോട്ടോസും വീഡിയോസും ഒന്നും എടുത്തിട്ടില്ല, എടുക്കാനുള്ള സമയം കിട്ടിയിട്ടില്ലായിരുന്നു. പിന്നെ പെട്ടെന്ന് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും അടിപൊളിയായിരുന്നു കേട്ടോ. സാരിയും മുണ്ടും ധാവണിയും പട്ടുപാവടയും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. എല്ലാവരും കാണാൻ വേണ്ടിയിട്ട് മുല്ലപ്പൂവൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്തിരുന്നു. ഞങ്ങൾ എത്തുമ്പോഴത്തേ പ്രോഗ്രാംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. വലിയ പൂക്കളായിരുന്നു കേട്ടോ, നല്ല ഭംഗിയുണ്ടായിരുന്നു പൂവൊക്കെ ഇട്ട് കാണാൻ വേണ്ടിയിട്ട്. സത്യം പറഞ്ഞാൽ നമ്മൾ നാട്ടിലെ ഓണം ആഘോഷിക്കുന്ന ഒരു ഫീല് തന്നെയായിരുന്നു കേട്ടോ. പുറത്താണെന്നൊന്നും തോന്നുന്നില്ല, കാരണം എല്ലാവരും അതേപോലെ ആയിരുന്നു. സത്യം പറഞ്ഞാൽ നല്ല രസമുണ്ട്. ഞങ്ങൾ വന്ന സമയത്ത് തന്നെ ഒരു ഗ്രൂപ്പ് സോങ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ മാവേലി ഉണ്ടായിരുന്നു ഓണത്തിന്. പിന്നെ മാവേലി ഇല്ലാതെ എന്ത് ഓണമല്ലേ, നാട്ടിൽ ഓണം ആഘോഷിക്കുന്ന പോലെ തന്നെയായിരുന്നു കേട്ടോ. കുറേ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ വന്ന സമയത്ത് ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് അതൊന്നും കാണാൻ പറ്റിയിട്ടില്ല. പാട്ടുണ്ടായിരുന്നു, ഡാൻസ് ഉണ്ടായിരുന്നു, പിള്ളേരെ ഡാൻസ് ഉണ്ടായിരുന്നു, മുതിർന്നവരത് ഉണ്ടായിരുന്നു, വയലിൻ ഉണ്ടായിരുന്നു, അങ്ങനെ കുറേ കലാപരിപാടികൾ ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ശേഷമാണ് ഓണക്കളികളൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. അതുവരെ ഓരോ പ്രോഗ്രാംസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ ഈ വർഷത്തെ സെക്കൻഡ് ഓണസദ്യ എന്ന് പറയാം. ഇതിന് മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, പിള്ളേർ ഓണം എന്ന് പറഞ്ഞിട്ട്. അന്ന് നമുക്ക് ഓണസദ്യ ഉണ്ടായിരുന്നു, അതൊരു കുഞ്ഞു ഓണസദ്യയായിരുന്നു. ഇന്ന് നമുക്കിതാ സെക്കൻഡ് ഓണസദ്യയാണ് ഈ വർഷത്തെ. അങ്ങനെ ഇതാ ഞങ്ങൾ ഓണസദ്യയൊക്കെ കഴിച്ചു. ലാസ്റ്റ് ഇതാ പായസവും പാലടയായിരുന്നു കേട്ടോ. പായസവും പഴം കൂടെ ഒരു പിടി പിടിച്ചു. അതിന് ശേഷം ഇതാ ഓണക്കളികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിള്ളേർ മ്യൂസിക്കൽ ചെയറാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് വലിയ ആളുകളതും ഉണ്ടായിരുന്നു. മ്യൂസിക്കൽ ചെയർ, ലെമൺ സ്പൂണ്, ബലൂൺ പൊട്ടിക്കൽ, ബന്ന് കഴിക്കൽ, ചോക്ലേറ്റ് കളക്ട് ചെയ്യൽ, അങ്ങനെ കുറേ ഓണക്കളികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ പിള്ളേർ എല്ലാത്തിനും ഉണ്ടായിരുന്നു. പിള്ളേർ മാത്രമല്ല, ഞങ്ങളും ഉണ്ടായിരുന്നു. ലെമൺ സ്പൂണും അതേപോലെ തന്നെ കപ്പിൾ ഡ്രിങ്ക് എക്സ്ചേഞ്ചിനും ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. ഓരോ കളികൾ നല്ല രസമുണ്ടായിരുന്നു. ഈ ഓണത്തിന് വന്ന് സദ്യ കഴിച്ച് പോകില്ല, ഞങ്ങളും കൂടെ കളിച്ചതുകൊണ്ട് നന്നായിട്ട് എല്ലാവരും ആക്റ്റീവ് ആയിരുന്നു. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു വീട്ടിൽ നിന്നാണെങ്കിൽ ഇതുപോലത്തെ കളികളൊന്നും ഉണ്ടായിരിക്കില്ല. ഞങ്ങളവിടെ എല്ലാവരും ഒരുമിച്ച് കൂടുന്നു, സദ്യ കഴിക്കുന്നു, നമ്മൾ പുറത്ത് പോകുന്നു, ഇതൊക്കെ തന്നെയായിരിക്കും നമ്മുടെ ആഘോഷം എന്ന് പറയുന്നത്. അല്ലാതെ ഓണക്കളികളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് നമ്മൾ ഓണക്കളികളൊക്കെ നമ്മളതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ. ഞാൻ ഒത്തിരി ഇഷ്ടമായി എനിക്ക് ഈ ഓണം. അതിനുശേഷം ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. രാവിലെ ഞങ്ങൾക്ക് എടുക്കാനുള്ള സമയം കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഓണവിശേഷങ്ങളൊക്കെ. അപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്